ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് BML ലിമിറ്റഡ് എന്നുള്ളത്. ഒരു വേൾഡ് ക്ലാസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഒരു ഡിഫൻസിന്റെയും ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് പോലെ റെയിൽ ആൻഡ് മെട്രോ രംഗത്ത് ഒരുപാട് സംഭാവനകൾ രാജ്യത്ത് നൽകുന്ന ഒരു സ്ഥാപനമാണ് BML എന്നുള്ളത്. നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള വന്ദേ ഭാരത് അതുപോലെ മെട്രോ കോച്ചസ് ഇതൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് BML ലിമിറ്റഡ് എന്നുള്ളത്. അവിടെ എക്സിക്യൂട്ടീവ് ഹ്യൂമാൻ റിസോഴ്സ് പോസ്റ്റിലേക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ അസിസ്റ്റന്റ് മാനേജർ 2 റാങ്കിലാണ് നിയമനത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. BML ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഓഫീസർ HR അതുപോലെ അസിസ്റ്റന്റ് മാനേജർ 2 തസ്തികകളിലേക്കാണ് 22 വേക്കൻസികളാണ് ഉള്ളത്. ഇതിലേക്ക് വേണ്ട യോഗ്യത ഉണ്ടല്ലോ ഏതെങ്കിലും വിഷയത്തെ ബിരുദവും അതുപോലെ 2 വർഷത്തെ MBA, അത് HR അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MA സോഷ്യൽ വർക്ക്, അതുപോലെയുള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് 2 വർഷത്തെ ആയിരിക്കണം. 2 വർഷത്തെ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള കോഴ്സ് പാസ്സായവരായിരിക്കണം. അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് 60% മാർക്കും നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിഗ്രി ഇൻ ലോയും പറഞ്ഞിട്ടുണ്ട്. നിയമബിരുദം ഉള്ളവർക്ക് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ HR റിലേറ്റഡ് കാര്യങ്ങളുള്ള വർക്കും അതുപോലെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് 2 ഇതാണുള്ളത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ പോസ്റ്റ്. അതുപോലെ 2 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. HR രംഗത്തുള്ള എക്സ്പീരിയൻസ് മിനിമം ഓഫീസർ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജറുടെയാണ്. ഇതേ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. പക്ഷേ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് അസിസ്റ്റന്റ് മാനേജർക്ക് HR ആയിട്ട് ഉണ്ടായിരിക്കണം. അത് ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് ഓർത്തിരിക്കുക. അതായത് ഓഫീസർ പോസ്റ്റിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് PG ബിരുദം നേടിയതിനു ശേഷവും അതേപോലെ PG ബിരുദം നേടിയതിനു ശേഷം 4 വർഷത്തെ എക്സ്പീരിയൻസ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കും വേണം. ഏത് പോസ്റ്റിലേക്ക് 2 പോസ്റ്റിലേക്കാളും BNL വിവിധ യൂണിറ്റുകളുണ്ട്. അവിടെയായിരിക്കും എവിടെയെങ്കിലും ആയിരിക്കും ഇന്ത്യയിൽ നിയമനം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഏതെങ്കിലും ഒരു പോസ്റ്റിൽ മാത്രമേ അപ്ലൈ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓഫീസർ HR പോസ്റ്റിലേക്ക് 2 വർഷം എക്സ്പീരിയൻസും ഞാൻ പറഞ്ഞു. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 4 വർഷമാണ് എക്സ്പീരിയൻസ് വേണ്ടത്. ഉയർന്ന പ്രായപരിധി ഓഫീസർ HR പോസ്റ്റിലേക്ക് 29 വയസ്സും അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 30 വയസ്സുമാണ്. ശമ്പളം ഓഫീസർ HR പോസ്റ്റിലേക്ക് 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലും, എന്നാൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് 50,000 മുതൽ 1,60,000 എന്ന സ്കെയിലും ആയിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടിസ്ഥാന ശമ്പളം തന്നെ 10,000 രൂപ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ മിനിമം എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ബേസിക് പേ കൂടാതെ മറ്റ് ഡിഫറന്റ് അലവൻസസും മറ്റു എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ SC/ST-കാരെ കണ്ടെങ്കിൽ 5 വർഷം കൂടി ഉയർന്ന പ്രായമുള്ളതിലേക്കും, OBC-കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ 10 വർഷം വരെ ഉയർന്ന പ്രായപരിധിയുള്ള ഇളവ് ബാധകമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. 22 പോസ്റ്റിൽ 11 പോസ്റ്റും അൺറിസർവ്ഡ് ആണ്. SC 3, ST 1, OBC 5, EWS 2 അങ്ങനെ 22 ഒഴിവുകളാണുള്ളത്. ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. ക്ലോസിംഗ് ഡേറ്റ് ആയ ജനുവരി 7, 2026 അടിസ്ഥാനമായി കഴിയും. പ്രായം, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷനെ ഒക്കെ നിർണ്ണയിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ക്ലാസ് ഉദ്ദേശിക്കുന്ന 60% മാർക്ക് നിർബന്ധം ഉണ്ടായിരിക്കും. CGP ആണെങ്കിൽ അതിനുള്ള തത്തുല്യമായ ഗ്രേഡ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 5% മാർക്ക് കുറവ് മതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 300 രൂപയാണ് അപേക്ഷാ ഫീസ്, 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST-കാരായിട്ടുള്ളവരെയും ഡിസബിലിറ്റി ഉള്ളവരെയും ഫീസ് കൊടുക്കുന്നതിന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ബാക്കിയുള്ളവരെല്ലാം 500 രൂപ അപേക്ഷാ ഫീസ് സമർപ്പിക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്ലൈ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. BML വെബ്സൈറ്റ് www.bmlindia.in എന്ന സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. 2026 ജനുവരി 7 ആണ് ക്ലോസ് ഡേറ്റ്. ജനുവരി 7 വരെ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്ന കാര്യം കൂടി മറന്നു പോകാതെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച് സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. അത് ഫ്യൂച്ചർ കറസ്പോണ്ടൻസിന് വേണ്ടി കീപ്പ് ചെയ്യുക. അതുപോലെ നിർബന്ധമായും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID യും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് recruitment@bmllimited.in എന്ന ലിങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആ ഇമെയിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൺലൈൻ അപ്ലൈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ലിസ്റ്റ്, 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, 12ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ്, ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും അത് എല്ലാം നിർബന്ധമായും ഇത്രയും കാര്യം. അതുപോലെ ഫോട്ടോഗ്രാഫിക് നേരത്തെ പറഞ്ഞാൽ പിന്നെ റിസർവേഷൻ ആനുകൂല്യം വേണം, അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, ഫീസ് അടച്ച റെസിപ്റ്റ്, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം കൂടി മറന്നു പോരുത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 2026 ജനുവരി 7 കാര്യം മനസ്സിലാക്കുക. വെബ്സൈറ്റ് www.bmlindia.in എന്നുള്ളതാണ്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടില്ല രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.